പിന്നെ ആ ബന്ധങ്ങളിൽ ഏറ്റവും പവിത്രമാക്കപ്പെട്ട ബന്ധമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം. ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, ഈ ലോകത്ത് അല്ലാഹു തആല നിങ്ങൾക്ക് നൽകുന്ന പല ബന്ധങ്ങളും നിങ്ങളുടെ വിവാഹത്തിലൂടെയാണ്. മുറിച്ചു മാറ്റാനാവാത്ത എൻ്റെ 4 മക്കൾ എനിക്ക് കിട്ടിയത് എന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ പെണ്ണിലൂടെയാ. ഒരിക്കലും എനിക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റാത്ത എൻ്റെ 4 മക്കളെ, ഭാര്യ വേറെ ഏതോ കുടുംബത്തിലുള്ളോളാ, പക്ഷെ എൻ്റെ 4 മക്കളിൻ്റെ ചോരയാ. ആ ചോരൻ എനിക്ക് കിട്ടിയത് എന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ ഭാര്യയിലൂടെയാ. ഞാൻ ഈ ലോകം കണ്ടത് എങ്ങനെയാണെന്നറിയോ? എൻ്റെ ഉമ്മാൻ്റെ അടുത്തൂടെയാ, അഥവാ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിലൂടെയാ. അതുകൊണ്ട് ആ ബഹുമാനവും ആദരവും സ്ത്രീക്ക് കൊടുക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പലരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പറ്റിയിട്ട് പരാതി പറയാറുണ്ട്. മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ചിലർ പോലും പറയും, മുഹമ്മദ് നബി ഇന്നാളൊരാൾ പറഞ്ഞതാ, ബാക്കി ഒക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ, എന്തേ പിന്നെ എന്താ ഇപ്പൊ ഓക്കെ? അല്ല നബി ആ 12 കെട്ടി ഇല്ലായിനെങ്കിലും നമുക്ക് ശത്രുക്കളുടെ പിടിച്ചു കഴിഞ്ഞു. 12 കെട്ടിയതിന് കാരണങ്ങളുണ്ട്. ഇന്ന് ചില മനുഷ്യന്മാര് വേഷം മാറി മീശയും വടിച്ച് അല്ലെങ്കിൽ താടിയും നീട്ടിയിട്ട് പൊന്നാനിച്ചെന്ന് തൊപ്പിട്ട് കെട്ടാൻ പാഞ്ഞതല്ല. മക്കയിലും മദീനയിലും വൃദ്ധകളും വിധവകളും ഒറ്റപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി. യുദ്ധക്കളത്തിൽ മരണപ്പെട്ടു പോയ ഭർത്താക്കന്മാരെ ഭാര്യ, ആരും നോക്കാനില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധകള്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പരിഗണിക്കാൻ തീരുമാനിച്ചു. ഇനി കൊടിയത്തൂരോ നന്മണ്ടയോ എന്നെക്കാളും 10 വയസ്സിന്റെ മൂപ്പുള്ള ഒരു താത്താനെ 4 ദിവസം ചെന്ന് നോക്കിയാൽ മതി, 5-ാം ദിവസം എനിക്ക് പേര് വേറെ വെക്കും, വേലിയാട്ടക്കാരൻ, അവിഹിതം. ആ പറച്ചിലും സങ്കടവും ആ പെണ്ണിനെ പോലും കുടുംബത്തെ പോലും സങ്കടപ്പെടുത്താതിരിക്കാൻ വൃദ്ധകളും വിധവകളുമായ സ്ത്രീകളെ, ഒറ്റപ്പെട്ടു പോയ ആളുകളെ അള്ളാഹുവിന്റെ ഹബീബുള്ള കയ്യിലുള്ള മഹർ കൊടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന് മദീന പള്ളിന്റെ ചുറ്റും ചെറിയ ഹുജറാത്തുകൾ ഉണ്ടാക്കി മരിക്കുന്നവരെ പൊന്നോല നോക്കിയതാ. അല്ലാതെ ഒന്ന് കഴിഞ്ഞപ്പോ 2ാമത്തെ മേലേക്ക് കെട്ടാനോടിയല്ല, ആ വെപ്രാളത്തിൽ കെട്ടിക്കൊണ്ടോന്നുമല്ല. ആ 12 ഭാര്യമാരും മരിക്കുമ്പോൾ ഒരു വാക്കേ പറഞ്ഞിട്ടുള്ളൂ, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ പ്രവാചകരെ അങ്ങയുടെ മണവാട്ടിയായി ജീവിക്കാനാ ഞങ്ങൾക്ക് ഇഷ്ടം. 12 എണ്ണം കെട്ടിയ റസൂലുള്ളാഹിനോട് 12 ഭാര്യമാരും മുഖത്തോക്കി പറഞ്ഞതാ, ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ അള്ളാന്റെ ഹബീബേ നിങ്ങളെ മണവാട്ടിയാവാനാ താല്പര്യം. ഇനി ഒന്ന് കെട്ടിയ നമ്മളോട് പറ്റിയൊന്ന് ചിന്തിച്ചു നോക്കാണ്ടി. പെണ്ണുങ്ങൾ അറിയും സ്വർഗത്തിൽ നിങ്ങളാണ്, എനിക്ക് ആ സ്വർഗം വേണ്ടാന്ന്. അങ്ങനെയല്ല, തമാശക്ക് വേണ്ടി പറയല്ല, ഒന്നിനും കൊണ്ടടക്കാനാകുന്നില്ല. ആ ഒന്നിൻ്റെ അടുത്ത് തന്നെ കുറ്റം എഴുതി ചോദിച്ചാൽ ഒക്കെ ഒരു നോട്ട് ബുക്ക് മതിയാകാതെ വരികയും ചെയ്യും. മുക്കത്താ ദേഷ്യം, ഒന്ന് കഴിഞ്ഞാൽ 2ാമത്തേന് തെറി. പിയാപ്പിളയൊക്കെ ഉഷാറാണ്, തിന്നാനൊക്കെ കൊണ്ടെത്തരും, പിന്നെന്താ തൊള്ള സഹിക്കാനാകില്ല. തെറിയോ തെറി, ഒന്ന് കഴിഞ്ഞാൽ 2ാമത്തേന് തല്ലുന്നവരുണ്ട്. ഇപ്പോഴും കെട്ടിയ പെണ്ണിനെ തല്ലുന്നവരുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആർക്കാ സഹിക്കുക? ഞാൻ എൻ്റെ മൂത്ത മോക്ക് ഇപ്പോൾ 9 വയസ്സ്, 9ാം ക്ലാസ്സിലാണ്. ഞാൻ ആ പെണ്ണിൻ്റെ മുഖത്തേക്ക്, എൻ്റെ മോളെ മുഖത്തേക്ക് നോക്കിയിട്ട് എൻ്റെ ഭാര്യനോട് പറയും, സുബ്ഹാനല്ലാഹ്, ഇനി ഒരു 6-7 കൊല്ലം കൂടി എൻ്റെ മോളിൻ്റെ പേരുണ്ടാവും, അത് കഴിഞ്ഞാൽ ഏതോ കുടുംബത്തിൻ്റെ അകത്ത് പോകണ്ടോളാ. ആ പൊന്നുമോക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ ദ്വാരക്കുന്നുണ്ട്. പെൺമക്കളുള്ള സർവ്വ വാപ്പാർക്കും ഉമ്മാർക്കും ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, എൻ്റെ മോളെ സങ്കടപ്പെടുത്താത്തൊരു പിയാപ്പിളനെയും കുടുംബവും കിട്ടണേ റബ്ബേന്ന്. ഓ മൊഞ്ചനും സുന്ദരനും ഗ്ലാമറുള്ളവനും ആണോന്നൊന്നുമല്ല. എൻ്റെ മോളെ പലപ്പോഴും നിക്കാഹിന് വേദിയിലിരിക്കുന്ന വാപ്പ അങ്ങനെ കൈ പിടിക്കാൻ നേരത്ത് കണ്ണു നിറഞ്ഞുറ്റുന്ന് കാണുമ്പോൾ ഞാൻ ചോദിക്കും, എന്തിനാ കാക്ക കരയണത്? അപ്പം എന്നോട് അറിയും, 2 സങ്കട അവസ്ഥാതെ. ഒന്ന് എൻ്റെ മോൾ ഇറങ്ങിപ്പോകുന്നത്, 2 എൻ്റെ മോത്ത മോൾ അവസ്ഥ ആലോചിച്ചതിൻ്റെ പേരിൽ. അതെന്താ? ഇതേപോലെ കൈ പിടിച്ചു കൊടുത്തതാ, അപ്പം പൊരയിലുണ്ട്, ഓൻ്റെ അത്ര വെറുക്കപ്പെട്ടോ നാറി വേറല്ല. ആദ്യമൊക്കെ നല്ലോനായിരുന്നു, പിന്നെയാണ് ഓൻ്റെ സ്വഭാവം അറിഞ്ഞു തുടങ്ങിയത്. തല്ല് കിട്ടിയിട്ട് എൻ്റെ മോക്ക് ജീവനില്ല, തിന്നാൻ കൊടുക്കൂല, ഏതെങ്കിലും ഒരു സന്തോഷത്തിൻ്റെ ഒരു നിമിഷമല്ല, പേടിച്ച് ജീവിച്ചതാ 12 കൊല്ലം മോളാ പൊരയില്. ഇപ്പോഴും നമ്മളെ വീട്ടിലെ പല പെൺമക്കളും പേടിച്ച് ജീവിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ? അത് നമ്മളെ പേടിച്ചതുകൊണ്ടല്ലോ കേട്ടോ, അത് ഭർത്താക്കന്മാരൊന്നും അറിയണം. നമ്മളെ പേടിച്ചിട്ടൊന്നുമല്ല, അസാധുക്കൊക്കെ അറിയാം തിരിച്ചു പോയാൽ നോക്കാൻ ആളില്ലാന്ന്. വാപ്പയമ്മയും മരിച്ചോയാലും കൂടിയാണെങ്കിൽ സഹിച്ച് ജീവിക്കും. ഇനി ഞാനിപ്പോൾ പിണങ്ങിപ്പോയാൽ പടച്ചോൻ എൻ്റെ അമ്മക്കും ഉപ്പക്കും അതൊരു ദുരിതാവും, അവർക്ക് പിന്നെ ഒരു തീരാ സങ്കടാവും. ആപ്പയമ്മയും വരുമ്പോൾ മാത്രം പുഞ്ചിരിച്ച് സമാധാനത്തിൽ കുടുംബം നോക്കി അവസാനം പേടിച്ച് വിറച്ചു നിൽക്കുന്ന ആ ജീവിതം ഉണ്ടല്ലോ, കൊമ്പില്ലാത്തതിനെ കുത്തിത്തോൽപ്പിക്കൽ, അത് വലിയ ആണത്തൊന്നുമല്ല. നമ്മളെ കൂട്ടത്തിലുണ്ട് അങ്ങനെ കുറേ ആണുങ്ങൾ. നാട്ടിൽ നല്ല വിലയാ, കുടുംബത്തിനും നല്ല വിലയാ, പക്ഷെ അവൻ്റെ തനി സ്വഭാവം അവൻ്റെ പെണ്ണിനെ അറിയൂ. അള്ളാൻ്റെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആണുങ്ങളിൽ ഏറ്റവും നല്ലോനാരാ? നാട്ടിലെ പവറും പത്രാസും വിലണ്ടാക്കിയോനെന്നല്ല, വസ്ത്രം ധരിച്ച് ഈഗോ കാണിച്ച് വാശി കാണിച്ച് മസിൽ പിടിച്ച് ജീവിച്ചോനെന്നല്ല, കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദയോടെ പെരുമാറിയവൻ.
ഓനാ ഏറ്റവും നല്ല ആണ്. എൻ്റെ വില തീരുമാനിക്കേണ്ട നിങ്ങളാരും അല്ല. ഞാൻ കെട്ടിക്കൊണ്ടുവന്ന് എൻ്റെ പെണ്ണിനിക്ക് ഇടുന്നതാ വില, അവളിനിക്ക് തരുന്നതാ വില. അതുകൊണ്ടാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതും ആണുങ്ങളിൽ ഏറ്റവും നല്ലോൻ അവനാൻ്റെ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ. എൻ്റെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ എൻ്റെ ഭാര്യ. പക്ഷെ ഇന്ന് നാട്ടിലുള്ള മുഴുവൻ പെണ്ണുങ്ങളോടും നല്ല സ്വഭാവം കാണിക്കും, സ്വന്തം പെണ്ണിനോടൊരു തമാശ അറിഞ്ഞിട്ടുണ്ടാവില്ല, സ്വന്തം പെണ്ണിനോടൊന്ന് നല്ലോണം പുഞ്ചിരിച്ച് വർത്താൻ പറഞ്ഞിട്ടുണ്ടാവില്ല. നാട്ടിലെ സർവ്വ പെണ്ണുങ്ങൾക്കും അവൻ ഹായും കൂയും അയച്ചിട്ടും ഉണ്ടാവും. ആ കാലഘട്ട കൺമുൻപിൽ ആ അവസ്ഥയിലൂടെ ആ പല കുടുംബങ്ങളും പോകുന്നത്. അതുകൊണ്ടാണല്ലോ വീട്ടിൻ്റെ പോർച്ചിലെത്തുന്നതിൻ്റെ മുൻപ് ഗേറ്റിൻ്റെ അടുത്ത് എത്തുമ്പോൾ മെസ്സേജ് പുരയിലെത്തി, നാളെ ബാക്കി. ആ കാലഘട്ട കൺമുൻപിൽ വഞ്ചനയും ചതിയും എന്നു വേണ്ട അഭിനയങ്ങളുടെ കൊത്തളങ്ങളായി മാറിക്കൊണ്ടിരിക്കുക നമ്മളെ പല വീടുകളും. ദുനിയാവിൽ ഇതൊന്നും ആരും അറിയൂല. കാരണം പടച്ചോൻ സംരക്ഷിച്ച് കൊണ്ടെടുക്കുന്നതേ ഒരുപാട് മനസ്സ് സങ്കടപ്പെടാതിരിക്കാനാ, ഒരുപാട് കണ്ണുകൾ നിറയാതിരിക്കാനാ. അല്ലാണ്ട് പടച്ചോൻ്റെ കൈകൊണ്ടാട്ടോ അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്നൊന്നും വലിയ പോരിശ വിചാരിക്കണ്ട. 1000 കുടുംബങ്ങൾ കണ്ണുനീരിലേക്ക് എത്താതിരിക്കാൻ പടച്ചോൻ്റെ മലക്കൾ വെറുത്തിട്ട് സഹിക്കുക, അല്ല അറിയിക്കാതെ കാത്തുപിടിച്ചു കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ ആണുങ്ങൾ നമ്മളെ ഒരു നല്ല ആണെന്ന് പറഞ്ഞാൽ അല്ലേ, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരെ മനസ്സറിഞ്ഞ് പെരുമാറിയിരുന്നു എന്നാ. അതുകൊണ്ട് ആ ഹഫ്സാ ബീവിക്ക് ഇഷ്ടമുള്ളത് റസൂൽ കൊണ്ടുകൊടുക്കും. എന്നാൽ അതേ സ്ഥാനത്ത് ആയിഷാ ബീവിൻ്റെ അടുത്ത് വന്ന് ഓട്ടമത്സരത്തിന് കൂടും. ആയിഷാ ബീവി മാവ് കുഴക്കുമ്പോൾ ഉറങ്ങിപ്പോകും. റസൂലുള്ള മാവ് കുഴച്ച് പത്തിരി ചുട്ട് ആയിഷാ ബീവിനെ വിളിച്ച് ഒരുമിച്ച് തിന്നും. എന്നാൽ ഉമ്മു ഹബീബാന്റെ അടുത്ത് പോകുമ്പോൾ റസൂലുള്ള കാത്തിരിക്കും ഉമ്മു ഹബീബാന്റെ കൈപ്പുണ്യം അറിയാൻ. അറിഞ്ഞ് സ്നേഹിച്ചത് അള്ളാന്റെ റസൂലുള്ള. വീട്ടിലിരിക്കുന്ന ആയിഷാ ബീവിനോട് ഒരിക്കൽ അള്ളാന്റെ ഹബീബ് വന്ന് ചോദിച്ചു, ആയിഷ, എത്യോപ്യക്കാർ അഭ്യാസം കാണിക്കുന്നുണ്ട്, എനക്ക് പൂതിയുണ്ടോ കാണാൻ? ഉണ്ട് നബിയെ. കൂട്ടിക്കൊണ്ടുപോയി. ആഴ്ചയിൽ 30 മാസത്തിൽ 30 ദിവസം വീട്ടിലിരിക്കുന്ന ഒരു പെണ്ണിന്റെ മോഹ പിയാപ്പിളന്റെ ഒപ്പര ഒരു ദിവസമെങ്കിലും പുറത്തിറങ്ങി പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നു പോരണം എന്ന്. അപ്പോഴേക്ക് ചിലർ തിരിച്ചു പറയും, 6 ദിവസം ഇപ്പം ആഴ്ചയിൽ ഞാൻ പുറത്തല്ലതിനോ, ഒരു ദിവസമെങ്കിലും സൗകര്യം കൊണ്ടുക. അറിയണം ഓരോ മനസ്സും. ചിലപ്പോൾ ചെറിയ സന്തോഷങ്ങളെ ഉണ്ടാകൂ. ഞാൻ പറയാണ്ട് നാളെ ഒരു കുടുംബ പ്രശ്നത്തിന് പോയപ്പോൾ ഒരു ഉമ്മ പറയുക, കുട്ടിക്കളി മാറിയില്ല. ഞാൻ ചോദിച്ചു അതെന്താ? അല്ല ഓൻ പുറത്തിറങ്ങുമ്പോഴേക്ക് വണ്ടി സ്റ്റാർട്ടാക്കുമ്പോഴേക്ക് വന്ന് പറയുന്നത് കാണാൻ, നിങ്ങൾ പരിപ്പട കൊണ്ടുവരണേ, നിങ്ങൾ മസാല ദോശ കൊണ്ടുവരണേ, നാരങ്ങപ്പിലിട്ട് കൊണ്ടുവരണേ, അല്ലെ നെല്ലിക്കപ്പിലിട്ട്. പുരയിലിരിക്കുന്ന ഒരു പെണ്ണിൻ്റെ സ്വപ്നാണത്. ഓളു സ്കൂളിലൊക്കെ പഠിച്ചോളാ, ഓളു ഈ പുളിയച്ചാറും നെല്ലിക്കപ്പിലിട്ടോ ഒക്കെ തിന്നോളെ തന്നെയാ. ഓക്കും സ്വപ്നങ്ങളുണ്ട്. ഒരിക്കലും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ഓളെ സ്വപ്നം നശിപ്പിക്കാനല്ല, മറിച്ചോളെ സ്വപ്നത്തിൻ്റെ കൂടെ നിന്ന് ചിറകു കൊടുക്കാനാ, അവളെ ആദരിക്കാനാ. അതുകൊണ്ട് തന്നെയാ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുഖത്ത് നോക്കി ഭാര്യമാര് പറഞ്ഞതും, ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ ഹബീബേ നിങ്ങളെ മണവാട്ടിയാവണം. അതൊരു പെണ്ണ് നമ്മളെ മുഖത്ത് നോക്കി പറയുന്നുണ്ടേ നമ്മളാണാ. അതിനാ പടച്ചോൻ സ്നേഹവും പ്രണയവും ഒക്കെ മനസ്സ് നിറയെ തന്ന്. മരിച്ച പെണ്ണിൻ്റെ മയ്യത്തെടുക്കാൻ നേരത്ത് ചില ആളുകൾ ആ പിയാപ്പിളിനോട് പറഞ്ഞു എന്നാ, ഇങ്ങേ ഒക്കെ ഒരു ഉമ്മ എടുത്താളാ. അവസാനം ഉമ്മ എടുക്കാൻ പോയ മൂപ്പർക്ക് കുറവാകുക. എന്താ? ഓളെ ഉമ്മ എടുക്കേ. അവസാനം മൂപ്പര് കൈ പിടിച്ച് അകത്തേക്ക് വന്നതാണ്. അപ്പം അങ്ങനെ ഉണ്ട് ചില കുടുംബത്തിൽ. ബാപ്പാരോടും കൂടിയാണ് പറയുന്നത്. 45-ാം വയസ്സിൽ മൂത്ത മോളെ കെട്ടിച്ചാൽ പിന്നെ ബാപ്പാര് സ്വയം വിചാരിക്കും ഞാൻ വയസ്സനായി എന്ന്. ഇല്ലട്ടോ, 53 കഴിഞ്ഞപ്പോൾ റസൂലുള്ള ബാക്കി കല്യാണം കഴിച്ച്. അതിൻ്റെ അർത്ഥം വേറെ പോയി കെട്ടണം എന്നല്ല. 53 വയസ്സ് കഴിഞ്ഞാലും നിങ്ങൾ ചുറുചുറുക്കുള്ള യുവാക്കളാ. ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ 30-30 ഞാൻ നിങ്ങളപ്പനിട്ട് വണ്ടിമേൽ ഇനി ഓട്ടോറിക്ഷ വെച്ച് പോയാൽ മതി, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. അഥവാ അരേ കൂടെ കൈ ചുറ്റിയാ കുറവ്. രണ്ടാളും കൂടി ഒരുമിച്ച് കല്യാണപ്പരെ പോകാൻ മടി. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ കുറവ്. മൂപ്പര് വേറൊരു മൂലയിൽ പോയിരിക്കും, ഓള് വേറൊരു മൂലയിലും ഇരിക്കും. 50 വയസ്സുപോലും ആയിട്ടുണ്ടാവില്ല. മക്കളെ കെട്ടിച്ച് അങ്ങക്ക് വയസ്സാവുന്ന ആരാ പറഞ്ഞത്? 63-ാമത്തെ വയസ്സിൽ ഈ ലോകത്തുനിന്ന് ജീവൻ വെടിയുന്ന അഥവാ വഫാത്താകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷാ ബീവിൻ്റെ കൂടെ ഓടി ചാടി മറിഞ്ഞ് കളിപ്പിച്ച് ആന കളിച്ച് എന്തൊക്കെയാ റസൂലുള്ള ചെയ്ത്. ആ 50 കഴിയുമ്പോഴേക്കും സ്വയം വയസ്സനാകുന്നും വേണ്ട, ഒന്ന് സന്തോഷിക്കണം. അപ്പം ഉമ്മാൻ്റെ കൈ പിടിച്ച് മൂപ്പര് അകത്തേക്ക് കയറി. പിറ്റേന്ന് മക്കളോട് പറഞ്ഞു എന്നാ, മക്കളെ ഉമ്മാൻ്റെ കൈ പിടിച്ചപ്പോൾ ഉമ്മാൻ്റെ കൈ നിറയെ അങ്ങനെ കറീൻ്റെ കത്തി കൊണ്ട അടയാളുണ്ട്, ഒരു ഒര. മക്കൾ പറഞ്ഞ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഉമ്മൻ്റെ കൈമേൽ അതുണ്ട്, വാപ്പ പിടിച്ചോക്കായിട്ടാ. ഞങ്ങളോട് ചോദിക്കട്ടെ, ഇക്കഴിഞ്ഞൊരു 10 ദിവസത്തിൻ്റെ അടുത്ത് ഓളെ കൈ പിടിച്ച് ഒന്ന് സലാം പറഞ്ഞ് വയസ്സത്തി ആയിക്കോട്ടെ എന്നാലും വേണ്ടിയില്ല ഒന്ന് കൈ പിടിച്ച് എനിക്കെന്തോ വേദന ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, ഇനി കാര്യമാക്കണ്ട, ഞാൻ പോരും. ഇല്ല, ഞമ്മക്കൊക്കെ ചില ആളുകൾക്ക് ഭാര്യമാർ വെള്ളിയാഴ്ച നെയ്ച്ചോറുണ്ടാക്കാനും
ഓള് ജുമാക്കോലും കൂട്ടിക്കൊണ്ടുപോകാൻ നമ്മളിൽ പലർക്കും താല്പര്യമല്ല. എന്താ ചില കുത്തുബ കേട്ട അമ്മക്ക് തന്നെ തോന്നും ഇതങ്ങാൻ ഓള് കെട്ടിയെനിക്ക് സ്വൈര്യം ഉണ്ടാവില്ല, അതുകൊണ്ട് ചിലർ കൊണ്ടുപോകില്ല. ആ കാലഘട്ടം ഞാൻ ആക്ഷേപിക്കല്ലോ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ വലിയ രസത്തിലാണ് ജീവിക്കുന്നതെന്നാ. ഇതിൻ്റെക്കാൾ എത്രയോ അപ്പുറ രസം. എന്ത് ഭംഗിയാണെന്നറിയോ കുടുംബത്തിൽ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുമ്പോൾ, എന്ത് സമാധാനാണെന്നറിയോ. വീട്ടിക്ക് കയറി ചെല്ലുമ്പം അവനാൻ്റെ വീട്ടിൽ കിട്ടുന്നതിനേക്കാളും സൗകര്യവും സുഖവും സന്തോഷവും ലോകത്ത് വേറെ എവിടെയും കിട്ടൂല. പക്ഷെ അതിനെന്ത് വേണം? നമ്മൾ തുറന്ന് സ്നേഹിക്കാൻ തയ്യാറാവണം. അത് നമ്മൾ ഉള്ളിൽ പടച്ചോൻ തന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം. അവസാനം മരിച്ചു കിടക്കുന്ന നമ്മളെ മുഖത്ത് നോക്കിയിട്ട് നിന്റെ ഭാര്യ പറയണം, ഇയാളിൻ്റെ ഒരു വലിയ സൗഭാഗ്യമായിരുന്നു റബ്ബേ എന്ന്. സ്വന്തം ഭർത്താവിനെ കൊണ്ട് മാറിയ എത്ര ഭാര്യമാരുണ്ടെന്നറിയോ? മുപ്പര് കെട്ടിയതിന് ശേഷം എനിക്ക് ജീവിതത്തിൽ ഒരർത്ഥം വന്നതെന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് അയാളെ കൂടെ പോന്ന അന്ന് മുതൽ സ്വൈര്യവും സമാധാനവും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, നമ്മളെ നിസ്കാരവും നോമ്പൊക്കെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തിയേ ഉണ്ടാവും. പടച്ചോൻ പറയും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറിയവനാണ്. അതാ ഏറ്റവും നല്ല ബന്ധം. അതൊരു വല്ലാത്ത ബന്ധമാണ്. നമ്മളൊക്കെ ഇപ്പോൾ പറയൂലേ, ഓളില്ലെങ്കിൽ നമുക്കിപ്പോൾ വേറെ കെട്ടാന്ന്. അങ്ങനെയല്ല, അങ്ങനെ ചിന്തിക്കുക പോലും നമ്മൾ ചിന്തിച്ചു നോക്കി. നമ്മൾ തിരിച്ചെല്ലുമ്പോൾ മയ്യത്താ വീട്ടിൻ്റെ കൊലായിലുള്ളതെങ്കിൽ സഹിക്കാനാവുമോ? നീണ്ടു നിവർന്ന് കിടക്കുന്ന അവളെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ പറ്റുമോ, പടച്ചോൻ എൻ്റെ ഏറ്റവും നല്ല സ്വഭാവം ഞാൻ എൻ്റെ ഓക്ക് കൊടുത്തിരുന്നു എന്ന്? അത് പറയാൻ പറ്റാത്ത എത്ര ആളുകൾ നെഞ്ചുറുകി ജീവിക്കുന്നുണ്ടെന്നറിയോ? ഒക്കെ ഒരു സമയം കൊടുക്കാൻ എനിക്ക് കിട്ടിയില്ല, ഓളപ്പൊരു തമാശ പറയാൻ എനിക്ക് കിട്ടിയില്ല. നമ്മൾ പറയാറുണ്ട്, മാധവിക്കുട്ടീൻ്റെ നെയ്പ്പായസം എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. അത് വായിച്ച് തീരുമ്പോഴേക്കും നെഞ്ചു പൊട്ടിപ്പോവും. ഒരടുക്കളൻ്റെ ഉള്ളിൽ കൂടെ ഒരു അമ്മ ഭാര്യ ജീവിക്കുക. അവസാനം ആ വീട്ടിലെല്ലാവർക്കും വേണ്ടത് അമ്മ ഉണ്ടാക്കി കൊടുക്കും. ഒരു ദിവസം തിരിച്ചു വരുന്ന ഭർത്താവ് കാണുന്നത് ആ ഭാര്യ മരിച്ചു കിടക്കുന്നതാണ്. ഭാര്യനെ അയാൾ എടുത്തു കുളിപ്പിക്കും, മക്കളും. അവസാനം അവളെ മറമാടി തിരിച്ചു വന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ മക്കൾ പറയും, പാ വിശക്കണ്. അപ്പോൾ ഉപ്പ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് അടുക്കളയിലേക്ക് കയറിപ്പോകുമ്പം അവിടെ കാണുകയാണ് മൂത്തോൻ ഇഷ്ടപ്പെട്ട ചമ്മന്തി, രണ്ടാമത്തോക്ക് ഇഷ്ടപ്പെട്ട മീൻകറി, മൂന്നാമത്തോൻ ഇഷ്ടപ്പെട്ട ചെറിയ പപ്പടം ചെറുതാക്കി പൊരിച്ച്, അയാൾക്ക് ഇഷ്ടപ്പെട്ട ഉണക്കലുമുള്ളൻ. അത് കണ്ട സമയത്ത് അയാൾ നെഞ്ചുപൊട്ടി കരഞ്ഞു ചെയ്യുന്ന. അവസാന സെക്കൻഡ് വരെ ഒരു കുടുംബത്തിൻ്റെ ഭാരം ആരും അറിയാതെ കൊണ്ടടക്കുന്നേ. ഞാനൊക്കെ പറയാറുണ്ട്, 4 ദിവസം പെണ്ണുങ്ങൾ പുരയിൽ നിൽക്കാൻ പോയാൽ നമ്മളെ സർവ്വസമാധാനവും പോയി. ഇട്ടത് എന്നെ പിന്നെ എടുത്തിടേണ്ടി വരും. ഉമ്മാൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് 2 ദിവസം നമ്മൾ വിചാരിക്കും അടുപ്പിച്ച് തിന്നാന്ന്. 2 ദിവസങ്ങൾ അടുപ്പിച്ച് ഹോട്ടലിൽ പോയി തിന്നോക്കേണ്ടി മതിയാവും മനുഷ്യരെ. 4 ദിവസം കൂടാൻ പോകുന്നോളെ ഞാൻ 2-ാം ദിവസം രാത്രി കൂട്ടിക്കൊണ്ടുവരും. അതൊക്കെ ദുനിയാവിൽ അറിയേണ്ട സന്തോഷങ്ങളാ. അത് മരിച്ചു കഴിഞ്ഞിട്ട് അങ്ങ് പോയി. ഞാൻ ഓക്കിപ്പോൾ എന്താ ചെയ്യേണ്ട ഉസ്താദേ എന്ന് ചോദിച്ച് വരലല്ല പുണ്യം. ഇതേപോലെ തന്നെ കേട്ടോ തിരിച്ച് തൻ്റെ ഭർത്താവിനോട് ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറുന്ന സ്ത്രീയാണ് ഏറ്റവും ഭംഗി. ഒരു പെണ്ണിനെ ആളുകൾ വിലയിരുത്തേണ്ടതും മനസ്സിലാക്കേണ്ടതും എങ്ങനെയാണെന്നറിയോ? ചിലന്മാർക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, നമ്മളെ ഈ സൗന്ദര്യത്തിൽ ആണുങ്ങൾ മറന്നു വീകുന്നതെന്ന്. ചില ആളുകൾ അത് തെറ്റിദ്ധാരണയുണ്ട്. പെണ്ണിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഓളെ ഈ തേച്ചു മിനുക്കുന്ന പുട്ടിയിട്ട മുഖത്തും ചുപ്പിച്ച ചുണ്ടുമ്മലുമാണ്. അതപ്പോഴത്തെ ഫാഷൻ. ഒരു പെണ്ണിൻ്റെ ഭംഗി എത്ര ഉണ്ടെങ്കിലും സ്വഭാവവും മനസ്സും നല്ലതല്ലെങ്കിൽ ഒരു വസ്തുവിനും പറ്റൂല. ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ ഇസ്സത്ത് അവളെ ഭർത്താവിൻ്റെ മുഖത്തുള്ള സമാധാന, അവള് കൊടുത്ത സമാധാനം. ഒരു വീട്ടിലെ പെണ്ണ് നല്ലോളാന്നറിയണേ, കെട്ടിയോനെ നോക്കിയാൽ മതി. ഓൻ്റെ മുഖത്ത് സമാധാനവും ആ വീട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സും അവനുണ്ടെങ്കിൽ, മഹാനായ ഹബീബിൻ്റെ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ച് ഇമാം ഗസാലി പറയാ, അതാണ് പെണ്ണിൻ്റെ ഇസ്സത്ത്, നിങ്ങളുടെ അഭിമാനം. അത് കെട്ടിയോൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന. ഒരായുസ് മുഴുവൻ കുടുംബം നോക്കാൻ വേണ്ടി വെപ്രാളപ്പെടുന്ന ഒരാണ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ആണുങ്ങളുടെ സങ്കടങ്ങൾ? ഒരാൺ അനുഭവിക്കുന്ന ത്യാഗത്തിൻ്റെ ഒരംശന്മാർ നിങ്ങളെ അറിയിച്ചിട്ടില്ല ഒരാണുങ്ങളും. നിങ്ങൾക്കെന്ത് സുഖ, രാവിലെ പോയി പീടിയ കുത്തിരുന്നാൽ പോരെ, വൈകുന്നേരം ഷട്ടറിട്ട് പോന്നാൽ പോരെ? പോരാ.